ഏകദേശം ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ 50%ഓളം കട്ടായി തുടങ്ങും. അപ്പൊ പിന്നെ നമ്മളെ പോലത്തെ ഓൾഡ് ജനറേഷൻ ആൾക്കാരിലെ മിഡിൽ ജനറേഷനിലെ ആൾക്കാരെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ പുതിയ ആളുകൾ വരും. അതേപോലെ മൊത്തത്തിലുള്ള യൂണിറ്റിന്റെ സ്ട്രെങ്ത് കുറക്കും. അപ്പൊ മൊത്തത്തിലുള്ള ടെൻഷൻ തന്നെയാണ്. പിന്നെ നമ്മളെ പോലത്തെ ആളുകൾ എന്ത് ചെയ്യും? ഈ ദൂരത്തര ചങ്ങായി പറഞ്ഞു. ഇപ്പൊ പൈത്തണും പവർ ബി ഐ ഒക്കെ വന്നോട് കൂടിയിട്ട് നിങ്ങളെ ഇപ്പൊ ടാലി സോഫ്റ്റ്വെയറിൽ നിങ്ങൾ ഡാറ്റ എൻട്രി ചെയ്യുന്നതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ജോലി ഇങ്ങനെ പോകുന്നത്? ഇപ്പൊ ടാലിയിൽ വന്നിട്ട് പൈത്തൺ അല്ലെങ്കിൽ പവർ ബി ഐ വന്നിട്ട് എൻട്രി ഇടാൻ പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സംഭവങ്ങളും ഇപ്പൊ കാഷ് ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഈ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ ഏത് നേരത്തും ഇൻസ്റ്റാഗ്രാം കണ്ടോണ്ടിരുന്ന പോലെ നമുക്കൊരു പേടിയാണ്. അത്തരത്തിലുള്ള പേടി തന്നെ നമുക്ക് മൊത്തത്തിൽ നമ്മുടെ പെർഫോമൻസിനെ തന്നെ ബാധിക്കും. ഡാറ്റ എൻട്രിയിലാണ് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ വീഡിയോ എഡിറ്റിങ്ങിന്റെ കാര്യം കഴിഞ്ഞാൽ അടുത്തത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യാൻ പോകുന്നത് ഡാറ്റ എൻട്രി ലെവലിലുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലാണ് ഈ ഡ്യൂട്ടീസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും കൂടുതൽ എഫക്ട് വരാൻ പോകുന്നത്. ഇത് ചെറിയ സംഭവമല്ല. ഏകദേശം കേരളത്തിലൊക്കെ നമ്മൾ ആളുകളാണ് ദുബായിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ട്സിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഒരു ഫീൽഡാണ് ബുക്ക് കീപ്പിങ്ങും ഡാറ്റ എൻട്രിയും. ഏകദേശം 5 വർഷത്തിനുള്ളിൽ മിക്കവാറും 50%ഓളം ലോഡ് കുറഞ്ഞു വരും. നമ്മൾ ആമസോണിലൊക്കെ കേൾക്കുന്നില്ല എത്ര ആളുകൾ വെട്ടിക്കുറച്ചു, എത്ര ആൾക്കാരെ കുറച്ചെന്ന് പറയാൻ. എന്ത് സംഭവം എന്താണ്? ഇപ്പൊ അവിടെ റോബോട്ടിക്സ് ആയിട്ടായിരുന്നു ലോജിസ്റ്റിക്സും കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഒരു റോബോട്ട് വെച്ച് കഴിഞ്ഞാൽ 5 ആളെ നമ്മൾ കുറച്ചില്ലേ? അങ്ങനെ 100 റോബോട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും 500 മേലെ ആളെ പോയി കുറഞ്ഞില്ലേ? അത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാ ചെറിയ കമ്പനി അനുസരിച്ചിട്ടും അതിനനുസരിച്ചിട്ടുള്ള തോതിലുള്ള മാറ്റം വരും.